ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 4-ാം വാരം വെള്ളിയാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 7-ാം അധ്യായം 1-2 വചനങ്ങളും 10-ാം വചനവും 25 മുതൽ 30 വരെയുള്ള തിരുവചനം. ഇന്നത്തെ ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു കൂടാര തിരുനാൾ ആഘോഷിക്കാനായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നതും തന്നെ ബന്ധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്ന യഹൂദ പ്രമാണികളോടും യഹൂദജനത്തോടും തന്നെക്കുറിച്ചും തൻ്റെ സമയത്തെക്കുറിച്ചും പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏകദേശം 17 പ്രാവശ്യമാണ് കർത്താവിൻ്റെ സമയം എന്നതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. സാധാരണഗതിയിലെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന്, ഇന്നലെ, നാളെ എന്നൊക്കെ രീതിയിൽ വരുന്ന, നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് സമയം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പേരാണ് ക്രോണോസ്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് കെയറോസ് ആണ്. കെയറോസ് അല്ലെങ്കിൽ ഈ സമയത്തെ, കർത്താവിൻ്റെ സമയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലയളവായിട്ടോ അളക്കാൻ പറ്റുന്നതായിട്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പൂർണ്ണമാകേണ്ട ഒരു കാര്യം. അതാണ് സമയമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പല പ്രാവശ്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ തൻ്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്: തൻ്റെ പീഡാനുഭവവും മരണവും ഉയർപ്പും. അതുകൊണ്ട് തന്നെ കർത്താവ് കൃത്യമായിട്ടും പറഞ്ഞു വയ്ക്കുന്നു, തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്: പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒരു സമയം. ആ ഒരു കാര്യം കൃത്യമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് സംഭവിക്കുമെന്നുള്ള കാര്യമാണ്. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കെയറോസ് അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്ഷ എപ്പോഴാണ്, അത് അളന്നെടുക്കേണ്ട സമയമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്ന ഒരു അവസ്ഥയാണെന്ന് ഉള്ള കാര്യമാണ് ഇന്ന് ക്രിസ്തു നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സമയം എന്ന് പറയുന്നത് ക്രോണോസിലാണ്, ദൈവം പക്ഷേ കെയറോസിലാണ് ഇത് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എനിക്ക് ഇന്ന് ഈ കാര്യം ചെയ്തു തരണമേ, എനിക്ക് നാളത്തെ പരീക്ഷക മാർക്ക് തരണമേ, എനിക്ക് ഈ ദിവസങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാറ്റി തരണമേ, എല്ലാം എനിക്ക് ഇങ്ങനത്തെ ഒരു സമയത്തിൻ്റെ, ഈ ഒരു അളക്കാൻ പറ്റുന്ന ഒരു സമയത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് അങ്ങനെയല്ല. കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഓരോ സംഭവങ്ങളുണ്ട്. അതാ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സമയമായിട്ട് അത് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിൻ്റെ ചുറ്റളവിലല്ല, അതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ പദ്ധതി അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയത്ത്, ഏറ്റവും ശരി എപ്പോഴാണോ അപ്പോൾ കർത്താവ് അത് സംഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.